പോലീസ് വെടിവെപ്പിൽ വനിതാ നേതാവ് കൊല്ലപ്പെട്ടുവെന്ന മാവോയിസ്റ്റുകളുടെ പോസ്റ്റർ പ്രചാരണത്തെക്കുറിച്ച് അന്വേഷണം ഊർജിതമാക്കുന്നു ആന്റി ടെററിസ്റ്റ് സ്ക്വാഡ്. പ്രചാരണം മാവോയിസ്റ്റുകളുടെ ഒരു കെണിയാണോ എന്ന് പോലീസിന് നല്ല സംശയമുണ്ട്. ഇപ്പോൾ ഐ ജിയുടെ മേൽനോട്ടത്തിൽ 10 ATS ഉദ്യോഗസ്ഥർ അടങ്ങുന്ന ഒരു സംഘം കേസ് അന്വേഷിക്കുകയാണ്. ദീപക് തരമണം വിശദാംശങ്ങളുമായി കോഴിക്കോട് നിന്ന്. ദീപക്, ഗുഡ് മോർണിംഗ്, പറയൂ. വെരി ഗുഡ് മോർണിംഗ്. ഏറെ കൊട്ടിഘോഷിച്ച ഒരുപക്ഷെ ഏറ്റവും വലിയ മാവോയിസ്റ്റ് ഓപ്പറേഷൻ എന്നൊക്കെ വിളിക്കപ്പെട്ടിരുന്നു കഴിഞ്ഞ നവംബർ 13-14 തീയതികളിൽ നടന്ന മാവോയിസ്റ്റ് ഓപ്പറേഷൻ. ആ ഓപ്പറേഷനിൽ ജീവനോടുകൂടി പിടിക്കപ്പെട്ടു എന്നുള്ളതായിരുന്നു അതിന്റെ നേട്ടമായി. മാവോയിസ്റ്റുകളെ പിടിക്കാൻ സാധിച്ചു എന്നുള്ളതൊക്കെ ആയിരുന്നു പോലീസിന്റെ ഭാഷ്യം. എന്നാൽ മാവോയിസ്റ്റുകളുടെ ഒരു പ്രചരണം കഴിഞ്ഞ ദിവസം ആരംഭിച്ചു. ഇതിൽ കവിത എന്ന മാവോയിസ്റ്റ് കമാൻഡർ, അവരുടെ ഒരു ഓപ്പറേഷൻ വിങ്ങിലുള്ള ഒരു ഫ്രണ്ട് റോ പോരാളിയാണ്, അവരെ പോലീസ് വെടിവെച്ചു കൊലപ്പെടുത്തി. പോലീസ് തന്നെ കാട്ടിനുള്ളിൽ മൃതദേഹം സംസ്കരിച്ചു എന്നുള്ളതാണ്. ഇതിനെക്കുറിച്ച് ഇന്റലിജൻസ് ഉൾപ്പെടെ പരിശോധിച്ചിരുന്നു. എന്നാൽ അത്തരത്തിലുള്ള ഒരു സംസ്കാരം പോലീസിന്റെ നേതൃത്വത്തിൽ നടന്നിട്ടില്ല എന്നുള്ളത് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ പോലീസിന്റെ പ്രാഥമികമായ നിഗമനം ഈ രീതിയിലുള്ള ഒരു വെടിവെപ്പിൽ കവിത മരിച്ചിട്ടോ അല്ലെങ്കിൽ കവിതയെ പോലീസ് ക്രിമിനേറ്റ് ചെയ്തിട്ടോ ഇല്ല. പക്ഷേ എന്നാൽ മറ്റൊരു കാര്യം പോലീസ് സംശയിക്കുന്നത്, ഇത്തരത്തിലുള്ള ഒരു പ്രചരണത്തിലൂടെ തണ്ടർബോൾട്ട് സംഘം ഈ നിർണായകമായ സ്ഥലത്തേക്ക് പോകുമ്പോൾ സാധാരണ കാട്ടിനകത്ത് ഇവർക്ക് ചില ഒളിത്താവളങ്ങളുണ്ട്. അത്തരം ഒളിത്താവളങ്ങളിൽ ഇരുന്നു കൊണ്ട് പോലീസ് സേനാംഗങ്ങളെ ഒരു ഓപ്പറേറ്റ് ചെയ്യാനുള്ള, വെടിവെച്ച് കൊലപ്പെടുത്താനുള്ള സാധ്യത, അങ്ങനെ ഒരു കെണിയാണോ എന്നുള്ള സംശയം കൂടിയുണ്ട്. നേരത്തെ അന്നത്തെ ദിവസം പോലീസിന്റെ ഉന്നത നേതൃത്വം ഉൾപ്പെടെ വയനാട്ടിലും കണ്ണൂരിലും ക്യാമ്പ് ചെയ്തുകൊണ്ടായിരുന്നു പോലീസിന്റെ ഓപ്പറേഷൻ പ്ലാൻ ചെയ്തത്. നേരത്തെ ആദ്യം തന്നെ ഹെലികോപ്റ്റർ നിരീക്ഷണം, ഡ്രോൺ നിരീക്ഷണം, അതിനുശേഷം കാട്ടിനകത്ത് തണ്ടർബോൾട്ടിന്റെ പ്രവർത്തനമൊക്കെ. പക്ഷേ ഈ മാവോയിസ്റ്റുകൾ ഈ രീതിയിലുള്ള ഒരു പ്രചരണം ആരംഭിച്ചപ്പോൾ പോലീസ് അക്ഷരാർത്ഥത്തിൽ ആദ്യം പ്രതിരോധത്തിലായി. പക്ഷേ എന്നാൽ ഇപ്പോൾ ATSന്റെ പ്രത്യേക അന്വേഷണം, ATS സംഘം അവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട്. ഈ നോർത്ത് സോൺ IG സേതുരാമന്റെ മേൽനോട്ടത്തിലാണ് ഈ LW ഓപ്പറേഷൻസ് നടക്കുന്നത്. ഏതായാലും വിശദമായ അന്വേഷണത്തിലേക്ക് ATS കടന്നിരിക്കുന്നു. SKN. ഓക്കെ, താങ്ക് യു ദീപക്.